നന്നായി. നിങ്ങളുടെ മനസ്സിൽ എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞിട്ട് ഇങ്ങനെ പാട്ട് മൂത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിരുന്നു തോന്നില്ലേ? പഠിക്കൊന്നും വേണമല്ലോ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. എന്തായാലും മലയാളത്തിലെ വാനവാടി എന്നറിയപ്പെടുന്ന എസ് ജാനകി എന്ന ജാനകി അമ്മയുടെ മരണാഞ്ജലിയാണ് നമ്മളുടെ ആചരിക്കുന്നത്. ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ജാനകിയമ്മയെ കുറിച്ച് എന്തുമാത്രം അറിവുണ്ട് എന്നതിനെ കുറിച്ച് ചെറിയ സംശയമൊക്കെ എനിക്കുണ്ട്. എങ്കിലും കുറെ പേരൊക്കെ സംഗീതത്തോട് വാസനയുള്ള കുട്ടികളായാലും അധ്യാപകരായാലും അനധ്യാപകരായാലും അതിനെ കുറിച്ച് 1956 ആദ്യമായിട്ട് AVM സ്റ്റുഡിയോയിൽ ഒരു കോറസ് പാടിയിട്ടാണ് അവരുടെ സംഗീത ലോകത്തേക്കുള്ള വരവ്. പിന്നീട് 1957 ആണ് മലയാളത്തിലേക്ക് അവർ ചേർന്നത്. അതിനുശേഷം അവരുടെ ജന്മം കൊണ്ട് ആന്ധ്രാപ്രദേശുകാരിയാണെങ്കിൽ കൂടെ മലയാളമായിരുന്നു, കേരളമായിരുന്നു അവരുടെ എല്ലാം. അനശ്വര പ്രതിഭയായ തെന്നിന്ത്യയിലെ വാനമ്പാടി എന്ന പേരിൽ അറിയപ്പെടുന്ന എസ് ജാനകി അമ്മയ്ക്ക് ഒരു സംഗീതാർച്ചന ഹൃദയത്തിന്റെ ഭാഷയിൽ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുന്നത്. വളരെ സന്തോഷം തോന്നി. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ആർട്സ് ഡിപ്പാർട്ട്മെന്റ്, സൗമ്യ ടീച്ചറും ബാക്കിയുള്ള ടീച്ചേഴ്സും ഒക്കെ കൂടി ഒത്തൊരുമിച്ച്, ഒത്തൊരുമയാണ് നമ്മുടെ ഒരു പ്രത്യേകത. ഒത്തൊരുമിച്ച് പാടാൻ കഴിവുള്ള എല്ലാ കുട്ടികളെയും സംഘടിപ്പിച്ച് വളരെ പെട്ടെന്നാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഇതുവരെ ഒരു പാട്ടിന്റെ 2 വരികൾ പോലും മൂളിയിട്ടില്ലാത്ത നമ്മുടെ സാറ് പാട്ടുപാടി. നമുക്ക് നല്ല അപ്പൊ ഞാനധികം പറഞ്ഞ് സമയം കളയുന്നില്ല. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സംഗീത വിരുന്നിലേക്ക് ഒന്നുകൂടി സ്വാഗതം അർപ്പിച്ചുകൊണ്ട്. സാറിനെ പോലെയും മാമിനെ പോലെയും എനിക്ക് പാട്ട് പാടാൻ കഴിവൊന്നുമില്ല. എന്തായാലും സംഗീത സ്വർണ്ണാഞ്ജലി എന്ന് മനോഹരമായ ഈ പരിപാടി സംഘടിപ്പിക്കാൻ അതിലും എല്ലാവരും പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. അതേപോലെ ഈ പരിപാടി വൻ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു. മലയാളി ഹൃദയങ്ങളിൽ മായാത്ത സ്ഥാനം നേടിയ അനുഗ്രഹീത ഗായിക ജാനകിയമ്മ തന്റെ അനന്യമായ ശബ്ദം
ഉണ്ണിക്കണ്ണായി നിന്നും നിന്നെ